AK ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇപ്പോൾ RSSൽ ഉണ്ടോ ഇല്ലയോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും RSSന്റെ നിയന്ത്രണത്തിലാണ്. RSSൽ നിന്ന് അദ്ദേഹം ഒഴിവായിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് കോൺഗ്രസിൻ്റെ കടയിൽ നിന്ന് തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ആകർഷിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രിയപ്പെട്ട കെ മുരളീധരൻ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. കെ മുരളീധരൻ മാത്രമല്ല, KPCCയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ KPCC പ്രസിഡന്റിനോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും രാഷ്ട്രീയമായ നിലപാട് വ്യക്തമാക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ RSSൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ പാണക്കാട് പോയി കണ്ട് അദ്ദേഹം പച്ച ലഡു തിന്നുമ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ചോദിക്കേണ്ടിയിരുന്നു. കൂടെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹവും ചോദിക്കേണ്ടിയിരുന്നു, ഇപ്പോഴും RSSൽ തന്നെയാണോ? മുമ്പ് പറഞ്ഞ വർഗീയ വിഷം ചീറ്റുന്ന ആശയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങളുടെ തലവെട്ടണം, ടയറിൽ കെട്ടി കത്തിക്കണം എന്ന് പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ? ഇപ്പോഴും മുസ്ലിം വിരുദ്ധ വികാരത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? ഹിന്ദുത്വ ആശയത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? ഇത് ചോദിക്കേണ്ടിയിരുന്നു. RSSലുള്ള ഒരാൾ UDFന് വേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രകടമായി പ്രവർത്തിക്കുന്നത്, ഒരു രൂപത്തിലും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെയും എന്ത് വില കൊടുത്തും നേരിടുന്നതിൻ്റെ ഭാഗമായി ഈ വർഗീയ കൂട്ടുകെട്ട് കേരളം അംഗീകരിക്കണോ വേണ്ടയോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം. മുസ്ലിം ലീഗ് പതിവ് ശൈലിയിൽ നിന്നും മാറി അതിലുള്ള മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അവർ പരിപൂർണമായും നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത് ജമാഅത്തെയുടെയും SDPIയുടെയും പിന്തുണയാണ്. പരിപൂർണമായ പിന്തുണ SDPIയും ജമാഅത്തെയും പ്രകടമായി തന്നെ രാഷ്ട്രീയമായി തന്നെ UDFന് നൽകിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ശക്തമായ നിലപാട് മുസ്ലിം ലീഗും സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട്. എന്തേ ആ നിലപാടിൽ നിന്ന് മാറി പരിപൂർണമായും ഈ ഭീകര പ്രസ്ഥാനങ്ങളോടും വർഗീയ ശക്തികളോടും വിധേയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരാപത്തിൻ്റെ സൂചനയാണ്. ഇതിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ജനത വഞ്ചിതരാകരുത്, കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങരുത്. അതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. സന്ദീപ് വാര്യരെ നിലപാട് എന്താണ് എന്നുള്ളത് സന്ദീപ് വാര്യർ വ്യക്തമാക്കണം. ഉറപ്പിച്ച് ഞാൻ പറയാം, സന്ദീപ് വാര്യർക്ക് ഞാൻ RSSുമായിട്ടോ ഹിന്ദുത്വമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ രൂപത്തിൽ ഇപ്പോഴും RSSന്റെ നേതൃത്വം അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഇത് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഖ്യ മനസ്സെന്നാണ് കെ.എം. ഷാജിയും രാഹുൽ മാങ്കൂട്ടരൊക്കെ പറയുന്നത്. കെ.എം. ഷാജി വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയതിൻ്റെ ഭാഗമായി കേരള നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ടതാണല്ലോ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ പിന്നെ സംസാരിക്കരുത്, ഇത് പറയുക. അതോർമ്മ ഉണ്ടോ? മതവിദ്വേഷം വമിക്കുന്ന വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയതിൻ്റെ ഭാഗമായി നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ഒരാളാണ് ഷാജി. ആ ഷാജി ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഞങ്ങൾ മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ കാന്തപുരം തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ, മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത, അതിൻ്റെ നേതാക്കൾ, അവരോടൊക്കെ തന്നെ ഞങ്ങൾ കാട്ടുന്ന സമീപനം എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. നേരെ മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയല്ല എങ്കിൽ ഒരു രൂപത്തിലും ആ രൂപത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയില്ല. ഇത് മതത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള വൃത്തികെട്ട ഒരു ഗൂഢാലോചനയാണ് ഷാജി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു 2 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മതബോധത്തെ, വിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തിയ ഒരാളാണ്. അതിനോട് മുസ്ലിം ലീഗിനെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിം സഹോദരന്മാർ യോജിക്കില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആരാണോ വഹിക്കുന്നത് അവർക്കെതിരായ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സഹിഷ്ണുതയോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. മുമ്പും ഈ പദവിയിലിരുന്ന ആൾക്കാരൊക്കെ തന്നെ ആ രൂപത്തിലുള്ള സമീപനമാണ് കാട്ടിയത്. വ്യക്തിപരമായി ഒരു രൂപത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കണ്ണാടിയിൽ ഞങ്ങളെല്ലാം കേട്ടതാണ്, നിങ്ങളും കേട്ടതാണ്. വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടേയില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയമായ തീരുമാനമല്ല അദ്ദേഹം എടുക്കുന്നത്. ആ കാര്യത്തെ സംബന്ധിച്ച് നല്ല വിശ്വാസത്തിൽ പറഞ്ഞ ശരി, എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.